ഔസേപ്പച്ചനെ അകത്തേക്ക് വിളിക്കുന്നു. ഔസേപ്പച്ചൻ അന്ന് രാത്രി എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്? ഒരു 10-10:30 മണിയായി കാണും. എന്ന് പറഞ്ഞാൽ 10 or 10:30? കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഔസേപ്പച്ചൻ, നിങ്ങൾ അന്ന് എവിടെ പോയിരിക്കായിരുന്നു? എറണാകുളത്ത്. എന്തിന്? ഒരു ബിസിനസ് ആവശ്യത്തിന്. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും കാര്യസ്ഥൻ മത്തായിയും ഡ്രൈവർ വാസുവും. തിരിച്ചിവിടെ എത്തിയപ്പോൾ കാര്യസ്ഥൻ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, അയാളെ വീട്ടിൽ ഇറക്കിയിട്ടാ ഞാൻ വന്നത്. ഡെഡ് ബോഡി നിങ്ങളല്ലേ ആദ്യമായി കണ്ടത്? അതെ. അതൊന്ന് കൃത്യമായി വിശദീകരിക്കാമോ? മുതലാളി, ഞാൻ പോട്ടെ. പൊയ്ക്കോ, രാവിലെ നേരത്തെ വന്നേക്കണം. ശരി മുതലാളി. സണ്ണി, ഓമനെ, ഉരുത്ത കെട്ടവൻ, എന്തൊരുറക്കമായത്? സണ്ണി, എടാ സണ്ണിയേ. സണ്ണി, സണ്ണി, എടാ സണ്ണി. കർത്താവേ, വല്ല കള്ളന്മാരോ ഒന്ന് കയറിയാ പോലും അറിയത്തില്ലല്ലോ. ഓമനെ, സണ്ണി, സണ്ണി, ഓമനെ. നിങ്ങൾ വീടിന്റെ പുറകുവശത്ത് എന്തിനാ പോയത്? വേലക്കാരിയെ വിളിക്കാനാ. അവർ ആ വീട്ടിലാ കിടന്നുറങ്ങുന്നത്. അതെന്തിനാ? നിങ്ങൾ സണ്ണിയെയും ഓമനെയും വിളിച്ചതും കോളിംഗ് ബെൽ അടിച്ചു അവർ കേട്ടില്ലേ? അവർക്ക് ചെവി തീരെ കേൾക്കില്ല. തീരെ? വളരെ ഉറച്ചു പറഞ്ഞാ കേൾക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ? കാര്യസ്ഥനുണ്ട്, പിന്നെ പകൽ മാത്രം പണിക്ക് വന്നു പോകുന്ന മറ്റൊരു സ്ത്രീ കൂടിയുണ്ട്. കാര്യസ്ഥൻ എവിടെ? അയാൾ ഇവിടെയാണോ താമസം? അല്ല, അയാളുടെ വീട്ടിലാ. അതെവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. സംഭവ ദിവസം കാര്യസ്ഥൻ ഇവിടുന്ന് എത്ര മണിക്കാണ് പോയത്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. ഞാൻ എറണാകുളത്ത് പോയപ്പോ മത്തായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ ഞാൻ അയാളെ വീട്ടിൽ ഇറക്കുകയും ചെയ്തു. നിങ്ങൾ മദ്യപിക്കുമോ? ഉവ്വ്. സംഭവ ദിവസം സാമാന്യം നല്ലതുപോലെ മദ്യപിച്ചിരുന്നു അല്ലേ? ഇല്ല. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടപ്പോൾ ഡ്രൈവർ വാസു കൂടെ ഉണ്ടായിരുന്നോ? വാസു കാറിന്റെ താക്കോൽ തന്ന ഉടനെ വീട്ടിലേക്ക് പോയി. വാസു നിങ്ങളുടെ ഡ്രൈവർ മാത്രമല്ല, ഗുണ്ട കൂടിയല്ലേ? വാസു ഗുണ്ടയൊന്നുമല്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ അയാൾ അടിപിടി കൂടിയതിന്റെ പേരിൽ പല കേസുകളും ഉണ്ടല്ലോ. എനിക്കറിയില്ല സാർ. വാസു ആളെങ്ങനെയാ? ഒത്ത തടിയും പൊക്കമുള്ള ആളാണോ? ആ. എന്ന് വെച്ചാൽ ആവശ്യമാണെങ്കിൽ ഒരാളെ പൊക്കിയെടുത്തെറിയാൻ തക്ക ആരോഗ്യമുണ്ടെന്ന് അർത്ഥം അല്ലേ? എനിക്കറിയില്ല സാർ. ഡെഡ് ബോഡി കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വേലക്കാരിയെ വിളിച്ചുണർത്തി. അവർ പെട്ടെന്ന് എഴുന്നേറ്റോ? ഇല്ല, കുറെ പ്രാവശ്യം വിളിച്ചു. അവർക്ക് ചെവി കേൾക്കില്ലല്ലോ സാർ. വേലക്കാരി കതകു തുറന്നു, നിങ്ങൾ വീട്ടിനുള്ളിലേക്ക് കയറി. പിന്നെന്ത് ചെയ്തു? ഞാൻ സണ്ണിയെ തിരക്കി. ഇല്ലെന്നറിഞ്ഞപ്പോൾ ജോണിക്ക് ഫോൺ ചെയ്തു. സണ്ണി ജോണിയുടെ കൂടെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ജോണി എന്റെ മരുമകനാണ് സാർ. അവൻ അവിടെ അല്ലാതെ മറ്റെങ്ങും പോവില്ല. നിങ്ങൾക്ക് പോകാം. ഒരു സിഗരറ്റ് തരൂ. താനെന്തിനാ വിറയ്ക്കുന്നേ? ധൈര്യമായിരിക്കേ. എന്താ പേര്? എന്താ പേരെന്ന്? എന്താ പേരെന്ന്? പേരോ? കർത്താവ് തമ്പുരാൻ മിശിഹായുടെ അമ്മയുടെ പേരാ എനിക്ക്. മേരി. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? വയസ്സോ?
99-ലെ വെള്ളപ്പൊക്കത്തിന് ഞാൻ ഉണ്ടായെന്നാ അച്ചായൻ പറഞ്ഞത് അല്ലയോ സാറേ? ഇവിടെ വന്നിട്ട് എത്ര വർഷം? അലക്സ്, നോ. ഈ വീട്ടിലെ സണ്ണിയും മരിച്ചുപോയ ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഇവിടത്തെ സണ്ണിയും ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് കേക്കാം. തൊള്ള തുറക്കണ്ട. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എന്നാ പറഞ്ഞല്ലേ, മരിച്ചുപോയ ഓമനയും സണ്ണിയും തമ്മിൽ എങ്ങനെയായിരുന്നു? അയ്യോ, പത്തരമാറ്റ് തങ്കമല്ലായിരുന്നോ ഓമന കുഞ്ഞ്? പെറ്റ തള്ളയെ പോലാ എന്നോട് പെരുമാറിയിരുന്നത്. ഏതൻ തോട്ടത്തിൽ ഔവയ്ക്ക് തോന്നിപ്പിച്ചതുപോലല്ലേ ചെയ്താൻ ഓമനക്കുഞ്ഞിന്റെ ബുദ്ധിക്കും തോന്നിപ്പിച്ചത് ഈ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിർത്തി ചാടാൻ. ഓമനക്കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം നേരത്തോട് നേരം കഴിഞ്ഞ ഒരു പറ്റ് കഞ്ഞി പോലും ഞാൻ കുടിച്ചത്. എല്ലാ മാസവും മോലാളി തരുന്നത് കൂടാതെ 25 രൂപ വെച്ച ഓമനക്കുഞ്ഞ് എനിക്ക് തരുന്നത്. ഇനിയിപ്പോ ആരാ എനിക്ക് ആ കാശ് തരുന്നത്? പോതല്ലേ അകത്ത്. ചാക്കോ, ബാക്കിയുള്ളവരോട് ഗസ്റ്റ് ഹൗസിൽ വരാൻ പറയൂ. യെസ് സർ. മിസ്റ്റർ അലക്സ്, സിറ്റ് ഡൗൺ. സർ. മുതലാളി എന്നോട് പറയാൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ തള്ള വയ്ക്കൂ. അലക്സ്, I will see you in the Yes, office. sir. ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഈ ഡിവൈഎസ്പി വർമ്മ ഒരു നല്ല മനുഷ്യനാണെന്ന്. പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ആളാണ്. ശങ്കരേട്ടനെ അറിഞ്ഞുടങ്ങിട്ടാണ്. അവസരപ്പച്ചന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കും. അല്ല, അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ നിവേദനം വർമ്മയെ നേരിട്ട് ഏൽപ്പിക്കണം. അതിന്റെ പകർപ്പ് IG-ക്ക് ഹോം മിനിസ്റ്റർക്കും അയക്കണം. വേണമെങ്കിൽ ഒരു കോപ്പി പത്രക്കാർക്ക് അയച്ചേക്കാം. പത്രത്തിൽ വന്നോട്ടെ. പത്രത്തിൽ വന്നു കഴിഞ്ഞു. ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. തോമാച്ച, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഡിവൈഎസ്പിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കാം. വിളിക്ക്. ആരുമില്ല ഇവിടെ? നീ അങ്ങോട്ട് ചെല്ലടി. നിങ്ങൾ അങ്ങോട്ട് ചെല്ലു മനുഷ്യ, എനിക്ക് വയ്യ. ഒന്ന് ചെല്ല്. എനിക്ക് സ്കൂളിലെന്ന് പറഞ്ഞാ മതി. ചെല്ല്. ശ്രീധരൻ എവിടെ? അകത്തുണ്ട്. ഡിവൈഎസ്പി വർമ്മ സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. ശ്രീധരനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചേട്ടന് നല്ല സുഖമില്ല. ഡിവൈഎസ്പി വിളിക്കുമ്പോ സുഖമില്ലെന്നോ? വിളിച്ചോണ്ട് വാടി ഇങ്ങോട്ട്. എന്താടി? വേഗം അങ്ങോട്ട് ചെല്ലാൻ. DYSP സാർ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? അവിടെ നിന്ന് ഒരു കാര്യം ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി. നമ്മൾ അവരുടെ കുടികിടപ്പുകാരാ. ആവശ്യമില്ലാത്ത വല്ലതൊക്കെ പറഞ്ഞാലേ ഈ അയലവക്കത്ത് കിടന്നു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ. അപ്പോൾ നാരായണന്റെ അഭിപ്രായം ഓമനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നറിഞ്ഞതിന് ശേഷം ഓമനെ അല്പം ഹിസ്റ്റീരിക്കായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ പേരക്കിടങ്ങളെയും മറ്റും കണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിരാശയായിരിക്കാം ആത്മഹത്യ കാരണം. ശരി, നാരായണ പോയിക്കോളൂ. ആ മത്തായിയെ വിളിക്കൂ. സാർ. എന്തായി സാർ? ആരാ മത്തായി? ഞാൻ അന്നേ. താനകത്തേക്ക് വന്ന്. എന്താണോ തന്റെ പേര്? പടനിലം മത്തായി. എത്ര കൊല്ലമായി താൻ ഔസേപ്പച്ചന്റെ കൂടെ കൂടിയിട്ട്? 6-7 വർഷമായി. അതിനു മുൻപോ? കൃഷിപ്പണിയായിരുന്നു. സത്യം പറ, അന്ന് രാത്രി ആ വീട്ടിൽ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. മുതലാളി എന്നെ വീട്ടിൽ ഇറക്കിയിട്ടാ പോയത്. നേരം വെളുത്തപ്പോഴാ ഓമന കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. മുതലാളി തന്നെ വീട്ടിൽ വിട്ടപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? ഒരു 9:30 മണി. തന്റെ വീട്ടിൽ നിന്നും മുതലാളിയുടെ വീട്ടിലെത്താൻ ഏകദേശം എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ് നടന്നെത്താൻ അല്ലേ? അതെ. അപ്പോ കാറിലാകുമ്പോൾ അതിലും കുറച്ച് സമയം മതി. അതെ. ഔസേപ്പച്ചൻ പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു എന്നാണല്ലോ. അങ്ങനെ മുതലാളി പറഞ്ഞെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാ. എന്നെ വീട്ടിൽ വിട്ടപ്പോ 10 മണിയായി കാണും. പിന്നെന്താണോ തനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നത്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. എനിക്കൊരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. ഈ നാട് വിട്ടെങ്ങും പോകരുത്. ഇല്ല സാർ. എപ്പോ വിളിച്ചാലും വന്നേക്കണം. വരാം സാർ. പൊയ്ക്കോ. കോൾ ശ്രീധരൻ. സാർ. യെസ് സാർ. ശ്രീധരൻ,
വരണം.